ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇന്ന് എത്ര ദയനീയമായിട്ടാണ് പറഞ്ഞത്. അത് അങ്ങനെ പൊതുയോഗത്തിൽ പ്രസംഗിച്ചതാണ്, അങ്ങനെയൊക്കെ പറയാൻ പാടുള്ളൂ. നമുക്ക് പറയുന്ന വാക്കുകൾക്കൊക്കെ ഉത്തരവാദിത്വമില്ല. ഞാൻ വീണ്ടും അങ്ങോട്ട് ചോദിക്കുന്നു, ഇത് രണ്ടാമത് ഇപ്പോൾ പൊടി തട്ടിയെടുക്കാനുള്ള കാരണം എന്താണ്? എന്തിനാണ് ഇങ്ങനൊരു നടപടി സ്വീകരിച്ചത്? നിങ്ങൾ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിന്ദിക്കുന്നത്, ലംഘിക്കുന്നത്? അത് അങ്ങ് അതിന് മറുപടി പറയാൻ തയ്യാറാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഷാക്കിർ നേരിട്ടാണ് ആ ചോദ്യങ്ങൾ, അതിലേതെങ്കിലും കൂട്ടിച്ചേർക്കലിൻ്റെ ആവശ്യമുണ്ടെന്നും തോന്നില്ല. ഷാക്കിറിൻ്റെ മറുപടിയിലേക്ക്. ആയിക്കോട്ടെ, പറയാം. പ്രിയപ്പെട്ട സ്വരാജിനോട്, നമ്മൾ യഥാർത്ഥത്തിൽ ഈ PM ശ്രീ പദ്ധതി 2022 കർണാടക സർക്കാർ ഒപ്പുവെച്ചിട്ടുണ്ട്. 2022 കർണാടക ഭരിക്കുന്നത് BJP ഗവൺമെൻറ്റാണ്. 2023 ആദ്യ സമയത്താണെന്ന് തോന്നുന്നു അവിടുത്തെ സ്കൂളുകൾ ലിസ്റ്റ് ചെയ്ത് അതിന് അംഗീകാരം കൊടുത്തത്. 2023 മെയ് 20 കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് അവിടെ അധികാരത്തിൽ വരുന്നത്. ഈ ഒരു സംഗതി പലപ്പോഴായി സ്വരാജിനെ പോലെയുള്ള CPM നേതാക്കന്മാരും സൈബർ ഹാൻഡിലുകളും തെറ്റായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു വശം അവിടെ നിൽക്കട്ടെ. കോൺഗ്രസിൻ്റെ സർക്കാർ അല്ല അത് തീരുമാനിക്കുക, അവിടെ ഉണ്ടായിരുന്നു, അവരുമായി തീരുമാനിക്കട്ടെ. നമ്മുടെ വിഷയം ഇത്രയാണ്. ഒന്ന്, പുതിയ UDF ഞാൻ പറയട്ടെ, UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല. 1 ലക്ഷം കുടുംബങ്ങളിലേക്ക് നേരിട്ട് ആശ്വാസം ലഭിക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടാണ്, യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ആദ്യ ക്യാബിനറ്റിൽ UDF VD സതീശൻ ഗവൺമെൻറ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. ഒരു മാസം കൊണ്ട് തന്നെ, ഒരു മാസം, നാളെ 18-ാം തീയതിയാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് വന്നിട്ടുള്ളത്. മെയ് 18-ാം തീയതി, ജൂൺ 18 ആവുന്നേയുള്ളൂ. അതിനിടയ്ക്ക് ജനോപകാരപ്രദമായ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. നമുക്കറിയാം, ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ 2023 നിങ്ങളെ സർക്കാർ തന്നെ കാപ്പ ചുമത്തിയ, 2029 25 കാപ്പ ചുമത്തിയ ഒരാൾ 25 അവിടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. വലിയ ഗുണ്ടയൊക്കെ ഒരുപാട് 16-ലധികം കേസ്, അത്രയും ഇഷ്ടംപോലെ കേസുകൾ ഒരു മനുഷ്യൻ, അദ്ദേഹം സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു RSS നേതാവ്, അദ്ദേഹത്തെ പിടിച്ച് ജയിലിലടച്ച ഒരു സർക്കാരും ഭരണകൂടവുമാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ RSS ആളുകൾ തെറ്റ് ചെയ്താൽ എന്താണ് UDF നിലപാട് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാണ്. അത് ഇപ്പൊ പരിഗണിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് LDF ആളുകളൊക്കെ സമരം ചെയ്ത് ആ അറസ്റ്റ് ശരിയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ രീതിയിലാണ് നമ്മൾ UDF ഗവൺമെന്റ് ഈ മുന്നോട്ട് പോകുന്നു. ഇനി പറയാം ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടിയിട്ടുള്ള ഈ ക്യാബിനറ്റിന്റെ തീരുമാനമായി നിങ്ങൾക്ക് മുമ്പാകെ 5-ാമത്തെ 6-ാമത്തെ തീരുമാനമായി ആ ബ്രീഫിംഗിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഭാവി നടപടികൾ ആലോചിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ കൺവീനറായ 4-അംഗ മന്ത്രിസഭ ഉപസമിതി വെച്ചിട്ടുണ്ട്. ആ ഇന്ന ആളുകളാണ്. അതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കേണ്ടി വന്നാൽ ഈ കഴിഞ്ഞ ഗവൺമെൻറ് MOU ഒപ്പുവെച്ച കാരണം അത് ഈ സർക്കാരിൻ്റെ മേൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി ഉണ്ടാക്കിയ ധാരണ തുടരേണ്ടി വന്നാൽ കൃത്യമായി ശ്രദ്ധിക്കണേ. അത് കരിക്കുലത്തിലോ അതുപോലെ തന്നെ സ്കൂളുകൾ തീരുമാനിക്കുന്നതിലോ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതും ഇങ്ങനെ പരിശോധിക്കാൻ വേണ്ടി ഒരു സമിതി വെച്ചതിനെയാണ് നിങ്ങൾ ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത്. നിങ്ങളെ ജനങ്ങൾ ഈ രീതിയിൽ ശ്രീ സ്വരാജിനെ പോലെയുള്ള ആളുകൾ പറയാനുള്ളത് നിങ്ങൾ സ്വരാജ് പറഞ്ഞത്. നമ്മൾ നേരിട്ട് വിഷയത്തിലേക്ക്, ഒരുപാട് ആളും ബഹളം ഒന്നുമില്ലല്ലോ, നിങ്ങൾ നേരിട്ട് കാര്യങ്ങൾ പറയുന്നത് കേൾക്കാനാണ് ആളുകൾ ഇരിക്കുന്നത്. സ്വരാജ് ചോദിച്ചതും ചർച്ച ചെയ്യുന്നു, സ്വരാജ് പറഞ്ഞതൊക്കെ വിട്. കേരളം ചർച്ച ചെയ്യുന്നത് എന്താണ്? ആ വാർത്താ സമ്മേളനത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം ഉത്തരവാദപ്പെട്ട പദവിയിലിരിക്കുകയാണ്. 2025 നവംബർ 12 കേരളത്തിൽ നിന്ന് ഈ പദ്ധതിയല്ല, അതൊരു കരാറാണ്, ധാരണയാണ്, കരാറ് പോലും ആയിട്ടില്ല. ആ ധാരണാപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനാവില്ല. അതിൻ്റെ കാരണങ്ങൾ പറയുന്നു. അങ്ങനെ ഒരു കത്തേ പോയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് കളവല്ലേ? ഇതാണ് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം. 2, അതിനെ പിൻപറ്റി പിന്നീട് മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ PM ശ്രീ ഫണ്ട് വാങ്ങിച്ചു, അതും കളവല്ലേ? ഇതാണ്. 2, ഇപ്പോഴെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അടിയന്തര സാഹചര്യം? കേന്ദ്രത്തിൽ നിന്ന് വല്ല അർജൻസി ലെറ്ററും വന്നോ? ഇതുമായി മുന്നോട്ട് പോകണം എന്ന നിലയിൽ നിങ്ങൾക്ക് വന്നോ? ഇനി അഥവാ വന്നാൽ തന്നെ കഴിഞ്ഞ സർക്കാർ എടുത്ത ആ ധാരണാപത്രവുമായി മുന്നോട്ട് പോകാനില്ല എന്ന നിലപാടിൽ ഈ സർക്കാരിന് സുഖമായി മുന്നോട്ട് പോകാമായിരുന്നല്ലോ. അതിൽ നിന്ന് എന്തിനു ഇങ്ങനെ ചോദ്യങ്ങളാണ് സ്ട്രെയിറ്റ് ആയിട്ട് ഷാക്കിറിൻ്റെ മുമ്പിലുള്ളത്. ഞാനത് നിങ്ങളുടെ സമയം കളയേണ്ടെന്നോർത്താണ് ഞാൻ ചോദിക്കാതിരുന്നത്. അതിലേക്കൊന്ന് ദയവായി വരൂ പ്ലീസ്. ചോദ്യം മാത്രമല്ല, ഉത്തരം പറയാൻ സമയം തരി. അത് പറയാനാണ് ഞാൻ ക്ഷണിക്കുന്നത്. പറയൂ. അല്ല, ഓക്കെ, നിങ്ങൾ ഇടപെടല്ലേ. ഇപ്പം ശ്രീ സ്വരാജ് നിങ്ങളൊക്കെ ചോദിച്ച ചോദ്യം ഇതിൻ്റെ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും, നമ്മുടെ മുമ്പിലുള്ള രേഖ
ഇന്നലെ ക്യാബിനറ്റ് കഴിഞ്ഞ് മുഖ്യമന്ത്രി പുറത്ത് വിട്ടിട്ടുള്ള ആ ക്യാബിനറ്റ് തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. അത് പുതുതായി PM ശ്രീ തുടരാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പുതിയ തീരുമാനങ്ങൾ എടുക്കാനോ തീരുമാനിച്ചിട്ടില്ലല്ലോ. നിങ്ങളുടെ നേരത്തെ കഴിഞ്ഞ നവംബർ 12-ാം തീയതി അയച്ച കത്തിലുള്ള വാചകം തന്നെയാണ് ഒരു അർത്ഥത്തിൽ ഇതിലുമുള്ളത്. ഞങ്ങളുടെ മന്ത്രിസഭാ സമിതി ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന നടത്തുന്നുണ്ട്. അതിനാണ് നിങ്ങൾ ഈ എന്തോ വലിയ സംഭവം കിട്ടിയതുപോലെ അതിനൊപ്പം മുഖ്യമന്ത്രി അങ്ങനെയാണെങ്കിൽ എന്തിന് വാസ്തവ വിരുദ്ധമായ കാര്യം പറഞ്ഞു? നിങ്ങൾ മനസ്സിലാക്കുക ഷാക്കിർ, അങ്ങനെയാണെങ്കിൽ അതിനോടൊപ്പം അത് വിശദീകരിച്ച മുഖ്യമന്ത്രി അങ്ങനെയാണെങ്കിൽ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ എന്തിനു പറഞ്ഞു? അതാണ് ചോദ്യം. അല്ല, അത് നിങ്ങൾക്ക് വാസ്തവവിരുദ്ധമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മുഖ്യമന്ത്രിയോട് ചോദിക്കുക. അദ്ദേഹം നിങ്ങൾക്ക് മുമ്പിൽ ഇനിയും ഇരുന്ന് തരും. ഞാൻ പറയുന്നത് ഉത്തരവാദപ്പെട്ട യൂത്ത് ലീഗിൻ്റെ ഭാരവാഹി എന്നുള്ള നിലക്ക് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്വീകരിച്ച, പ്രതിപക്ഷത്തിരുത്തപ്പോൾ സ്വീകരിച്ച നിലപാടുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇന്നലെയും എന്താ പറയുക, നമ്മളൊക്കെ ഫോണിൽ കിട്ടുന്നുണ്ട്. VD സതീശൻ മുമ്പ് പറഞ്ഞ കാര്യം, ഇത് ഡിമാൻഡ് രഹിതമായി MOU ഒപ്പുവെച്ച് ശരിയായില്ല. അതായത് നമ്മൾക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ ഇത് നടപ്പിലാക്കുമെങ്കിൽ, ഒരു നെഗോഷിയേഷൻ നടത്തി നടപ്പിലാക്കാൻ സാധിക്കുമെങ്കിൽ ഞങ്ങളൊക്കെ പിന്തുണക്കുമായിരുന്നു എന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന അന്ന്. പക്ഷേ KM ഷാജി പറഞ്ഞത് കേട്ടാൽ PM ശ്രീയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നല്ലേ ആളുകൾക്ക് തോന്നുക? ഷാക്കിർ, KM ഷാജി എന്ന മന്ത്രി പറഞ്ഞത് കേട്ടാൽ പണ്ട് പറഞ്ഞതുപോലെ അറബിക്കടലിലേക്ക് ഒന്നും കൊണ്ട് എറിയാൻ കഴിയില്ല എന്ന് വെച്ചാൽ സർക്കാർ PM ശ്രീ നടപ്പാക്കാൻ പോകുന്നു എന്നല്ലേ മന്ത്രി ഷാജി പറഞ്ഞതിന്റെ ഒരു ധ്വനി? അതൊരു യൂട്ടേൺ അല്ലേ? അല്ല, നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയന്റെ സർക്കാർ യൂട്ടേൺ അടിച്ചതുപോലെ സർക്കാർ യൂട്ടേൺ അടിക്കും നിങ്ങൾ മുൻധാരണ വെക്കല്ലേ? അതാണ് നിങ്ങളുടെ പ്രശ്നം. ഞാൻ ഷാജി എന്ന മന്ത്രി പറഞ്ഞതിനെ കുറിച്ചാണ്. ഷാജി പറഞ്ഞത് ഒരു ശരാശരി മലയാളി കേട്ടാൽ തോന്നുന്നത് എന്താണ്? അത്രേ ചോദിച്ചുള്ളൂ. രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്ക്. KM ഷാജി എന്ന മന്ത്രി ഇപ്പോൾ പറയുന്നത് കേട്ടാൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതുമായി താരതമ്യം ചെയ്താൽ എന്ത് മനസ്സിലാക്കണം? അല്ല, അത് ഷാജി തന്നെ എന്ന് കൃത്യമായി നിങ്ങളോട് പറഞ്ഞു. പിന്നെ നിങ്ങൾ ധ്വനിയായി വേറെ വ്യാഖ്യാനിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞത് ഇത്രയാണ്. ഇന്നലെ നമ്മുടെ പ്രസംഗത്തിലൊക്കെ പലതും പറയും. PM ശ്രീ അറബിക്കടലിൽ കൊണ്ടുപോയി എറിയാനാകുമോ എന്ന് പറഞ്ഞാൽ അതിലൊരു അർത്ഥമുണ്ടെന്നേ. ഷാക്കിർ, ഇത് നല്ല മലയാളമാണ് ഷാജി പറഞ്ഞത്. പ്രസംഗത്തിലൊക്കെ പലതും പറയും. അങ്ങനെയൊക്കെ പണ്ട് പലതും പറഞ്ഞിട്ടുണ്ടാകാം. ഇതാണ് അതിന്റെ അർത്ഥം. അറബിക്കടലിൽ കളയാനാകുമോ എന്ന് ചോദിച്ചാൽ പണ്ടങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മന്ത്രിയായിരിക്കുമ്പോൾ സർക്കാരായിരിക്കുമ്പോൾ കളയില്ല, ഈ നാട്ടിൽ അത് ഉണ്ടാകും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അല്ല ശരത്തെ, ശ്രീ ഷാജിയുടെ പ്രസംഗമാണോ VD സതീശന്റെ ഏതെങ്കിലും പ്രസ്താവനകളാണോ ഐക്യജനാധിപത്യങ്ങളുടെ സർക്കാർ എടുത്തിട്ടുള്ള ക്യാബിനറ്റുടെ തീരുമാനമാണോ? എന്താണ് നമ്മൾ ഇവരിലൂടെയൊക്കെയാണ് അത് ജനങ്ങളിലേക്ക് വരുന്നത്. തീരുമാനം എന്താ ഷാക്കിർ, ഞാൻ അത്ഭുതം തോന്നുകയാണ് താങ്കൾ പരിശോധിക്കട്ടെ. നിങ്ങൾ സമയം കൊടുക്കുന്നേ, ഈ സർക്കാർ ഇരിക്കാൻ സമയം കൊടുക്ക്. ഇന്ന് ഷാജി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്താണ് ശ്രീ സ്വരാജിന് മനസ്സിലായത്? സമയം കൊടുക്ക്. നിങ്ങൾ സമയം കൊടുക്കാതെ അലട്ടുകയാണോ? യെസ്.